ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ക്ലോത്തിങ് ത്രൂ ഏജസ് ആണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചാപ്റ്റർ പഠിക്കാം. വസ്ത്രധാരണം എന്നാണ് ക്ലോത്തിങ്ങിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വസ്ത്രധാരണ രീതിയുണ്ട്, പല വസ്ത്രങ്ങളുണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ വസ്ത്രങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനാണ്, നമുക്ക് പ്രൊട്ടക്ഷനാണ് വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പിക്ചേഴ്സ് നോക്കുക. 4 പിക്ചർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ബേബിയാണ്, പിന്നെ ഒരു പാരറ്റാണ്, പിന്നെ ഒരു ഗോട്ടാണ്, പിന്നെ ഒരു ആമയാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവർ എല്ലാവർക്കും വസ്ത്രം ധരിച്ചിട്ടാണോ ഉള്ളത്? അല്ല. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും പ്രൊട്ടക്ഷനായിട്ട് ഓരോ കാര്യങ്ങളുണ്ട്. പാരറ്റിനാണെങ്കിൽ ഫെതേഴ്സ് ഉണ്ട്, അതിൻ്റെ തൂവലുകൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. എന്നാൽ ആടിനാണെങ്കിലോ അതിൻ്റെ ഫറുണ്ട്, അതിൻ്റെ പൂടയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആമയ്ക്ക് നോക്കിയാലോ അതിനൊരു പുറം തോടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഓരോ ജീവികളെയും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. How are living beings surviving situation like extreme heat, unbearable cold, etc.? അപ്പോൾ എങ്ങനെയാണ് മനുഷ്യർ അങ്ങേയറ്റം ചൂടും തണുപ്പും എല്ലാം സഹിച്ച് ജീവിക്കുന്നത്? Fur of goat, feathers of parrot and tortoise shell provide protection like clothing in unfavorable weather condition. Have you ever thought about the way in which human faced such situation? അപ്പോൾ അങ്ങേയറ്റം താങ്ങാനാവാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ആടിന് അതിൻ്റെ ഫറും, അതുപോലെ തന്നെ പാരറ്റിന് അവൻ്റെ ഫെദർ, ടോട്ടോയ്സിന് അവൻ്റെ ഷെല്ലുമെല്ലാം പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ട്. എന്താണ് മനുഷ്യർ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ മനുഷ്യൻ എന്താണ് ചെയ്യാൻ പറ്റുക? ദി ക്ലോത്തിങ് നീഡ്സ് ഫോർ ഹ്യൂമൻ ഹാസ് ടു ബി ഷേപ്ഡ് വിത്ത് ദ മെറ്റീരിയൽസ് അവൈലബിൾ ഇൻ നേച്ചർ. അപ്പോൾ നമ്മുടെ നേച്ചറിൽ, നമ്മുടെ പ്രകൃതിയിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ വസ്ത്രങ്ങൾ തയ്ക്കുന്നതും അവർ ധരിക്കുന്നതുമെല്ലാം. അപ്പോൾ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത് നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ്. ഹൗ ഡസ് ക്ലോത്തിങ് ബിക്കം യൂസ്ഫുൾ ടു അസ്? അപ്പോൾ എങ്ങനെയാണ് മനുഷ്യന് ക്ലോത്തിങ് ഉപയോഗപ്രദമാകുന്നത്? പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ്, തണുപ്പിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ചൂടിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പ്രൊട്ടക്ഷൻ ഫ്രം ഹീറ്റ്, ഹീറ്റ് എന്ന് പറയുമ്പോൾ ചൂട്. മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസെക്ട്സ്, നമ്മുടെ ഓരോ ഇൻസെക്ട്സിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ തരുന്നു. ഈച്ച, കൊതുക്, അവരിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ തരുന്നു. നമ്മൾ ധരിക്കുന്ന ക്ലോത്ത്സ് അതുപോലെ തന്നെ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഹൈജീൻ, നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കാനും ക്ലോത്ത്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത് ഇവിടെ 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. വാട്ട് മെറ്റീരിയൽസ് ഡിഡ് ഏർലി ഹ്യൂമൻ യൂസസ് ക്ലോത്തിങ്? എന്ത് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് പണ്ടത്തെ മനുഷ്യർ അവരുടെ വസ്ത്രങ്ങൾ നിർമ്മിച്ചത്? ബാർക്ക് ഓഫ് ട്രീസ്, മരങ്ങളുടെ തോൽ ഉപയോഗിച്ച്. അതാണ് നമ്മൾ ഫസ്റ്റ് പിക്ചറിൽ കാണുന്നത്. രണ്ടാമത് നോക്കിയേ, പിന്നെ സ്കിൻ ഓഫ് ആനിമൽസ്, അത് 3ാമത്തെ പിക്ചറിലാണ് ഉള്ളത്. ആനിമൽസിൻ്റെ എല്ലാം സ്കിൻ ഉപയോഗിച്ച്. പിന്നെ 2ാമത്തെ പിക്ചറിലാണ് ലീവ്സ് ഓഫ് ട്രീസ്, അതായത് മരങ്ങളുടെ ലീവ്സ്, ഇലകൾ ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെയാണ് പഴയകാല മനുഷ്യർ വസ്ത്രമായി ധരിച്ചിരുന്നത്. അല്ലാതെ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഒരു ഫ്രോക്കോ അല്ലെങ്കിൽ ഷർട്ടോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. Humans used the materials they got from their surroundings as clothing when they lived by hunting. They used grass, bark of trees and hide for making clothes. Horn and bone of animals were used as needles and tools to make clothes. അപ്പോൾ പണ്ടത്തെ മനുഷ്യർ എന്താണ് ഉപയോഗിച്ചിരുന്നത്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ മരങ്ങളുടെ തോലുകളും ഇലകളും അതുപോലെ തന്നെ ആനിമൽ സ്കിൻസും, അവർ വേട്ടയാടിയ മൃഗങ്ങളുടെ തോലുകളും എല്ലാം ഉപയോഗിച്ചാണ് വസ്ത്രങ്ങളായി ധരിച്ചിരുന്നത്. അപ്പോൾ അവർ നീഡിൽ കണ്ടിട്ടുണ്ടാണ് സൂചി അവർക്ക് എങ്ങനെയാണ് ലഭിച്ചത്? അവർ ഓരോ മൃഗങ്ങളുടെ ഹോൺസും കൊമ്പുകളും ബോൺസും എല്ലുകളും എല്ലാമാണ് സൂചിയാക്കി പകരമായി ഉപയോഗിച്ചിരുന്നത്. പിന്നെ അവർ അനിമൽ സ്കിന്നിൽ നിന്ന്, ഓരോ മൃഗങ്ങളുടെ തോളിൽ നിന്ന് ഡയറക്റ്റ്ലി അത് ക്ലോത്ത്സായി ധരിക്കുകയും ചെയ്തു. അതിൽ ഓരോ തുന്നലും കാര്യങ്ങളും എല്ലാം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുന്നാനായിട്ടാണ് അവർ നീഡിലിൻ്റെ സ്ഥാനത്ത് ആരുപയോഗിച്ചത്? ബോൺസിനെയും ഹോൺസിനെയും ഉപയോഗിച്ചത്. അപ്പോൾ നീഡിൽ എന്ന് പറഞ്ഞാൽ സൂചി. അവർ സൂചിയുടെ സ്ഥാനത്ത് ആരെയാണ് ഉപയോഗിച്ചത്? സൂചിയാണ് ഉപയോഗിച്ചത്. അനിമൽസിൻ്റെ കൊമ്പിനെയും എല്ലുകളെയുമാണ്. പിന്നീട് അവർ സ്റ്റോൺസിലേക്ക് മാറിയപ്പോൾ പിന്നെ അവർ സ്റ്റോൺസ് എല്ലാം പോളിഷ് ചെയ്ത്, കല്ലുകളെല്ലാം പോളിഷ് ചെയ്തിട്ട് അതിനെല്ലാം പല കാര്യങ്ങൾക്ക് വേണ്ടി, പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവർ സ്റ്റോൺസിനെ നീഡിൽസുമാക്കി മാറ്റി. സ്റ്റോണിനെ പോളിഷ് ചെയ്ത് സൂചി പോലെ ആക്കി മാറ്റി, കല്ലിനെ സൂചി പോലെ ആക്കി. ആ പിക്ചറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് അത് വെച്ച് അവർ തുന്നാനായിട്ട് തുടങ്ങി. ദേ ഓൾസോ മെയ്ഡ് ക്ലോത്ത്സ് ബൈ
ദേ ഓൾസോ മെയ്ഡ് ക്ലോത്ത്സ് ബൈ ക്ലീനിങ് ആൻഡ് സോഫ്റ്റനിങ് ആനിമൽ സ്കിൻ ആൻഡ് ഫർ. പിന്നീട് അവർ വീണ്ടും പുതിയ തരം ക്ലോത്ത്സുകൾ നിർമ്മിക്കാനായിട്ട് തുടങ്ങി. അത് എന്ത് വെച്ചിട്ടാണ്? ആനിമൽസിൻ്റെ തോലും ഫറും, അതായത് ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ദേഹത്തുള്ള ചെറിയ പൂടകളില്ലേ വൈറ്റ് കളറിൽ, അതും വെച്ചിട്ട് അവർ പുതിയ പുതിയ വസ്ത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് തുടങ്ങി. ടുവേർഡ്സ് വീവിങ് എന്ന് പറഞ്ഞാൽ നെയ്ത്താണ്. ഇൻ ദ ഏർലി ഡേയ്സ് ഫൈബ്രസ് കളക്റ്റഡ് ഫ്രം ദ സറൗണ്ടിങ്സ് വെയർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ക്ലോത്ത്സ്. പഴയ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു? നമ്മുടെ ചുറ്റും നിന്നും കളക്ട് ചെയ്യുന്ന ഓരോ പ്ലാന്റ്സിൽ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്ത നാരുകൾ ഉപയോഗിച്ചായിരുന്നു ക്ലോത്ത്സ് നിർമ്മിക്കാനായിട്ടുള്ള നൂല് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രാജുവലി ദ ടെക്നിക് ഓഫ് വീവിങ് ബിക്കം മോർ ഡെവലപ്ഡ് ഇൻ ദ ഏർലി ഡേയ്സ്. പിന്നീട് നെയ്ത്ത് എന്ന് പറയുന്നത് കൂടുതൽ വ്യാപിക്കാനായിട്ടും കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ടും ഒക്കെ തുടങ്ങി. ക്ലോത്ത്സ് വെയർ മെയ്ഡ് ബൈ ഹാൻഡ്സ് യൂസിങ് യാൺസ് ഫ്രം കോട്ടൺ ആൻഡ് ജൂട്ട്. കോട്ടണിൽ നിന്നും ജൂട്ടിൽ നിന്നുമെല്ലാം എടുത്ത നാരുകളും അതുപോലെ തന്നെ യാൺസും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഡ്രസ്സെല്ലാം നിർമ്മിക്കാനായിട്ട് തുടങ്ങി. ദേ റിയലൈസ് ദാറ്റ് ക്ലോത്ത്സ് വോൺ ഫ്രം യാൺസ് വെയർ ബെറ്റർ ദാൻ അനിമൽ സ്കിൻ. പിന്നെ അവർ എന്ത് മനസ്സിലാക്കി? യാൺ എന്ന് പറഞ്ഞ നൂലാണ്, അത് വെച്ച് ഉണ്ടാക്കിയ വസ്ത്രങ്ങളാണ് അനിമലിൻ്റെ സ്കിൻ ഉപയോഗിച്ചു അവർ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങളേക്കാൾ നല്ലത് എന്നവർ മനസ്സിലാക്കി. ദിസ് ലെഡ് ടു ദ സ്പ്രെഡ് ഓഫ് വോവൻ ക്ലോത്ത്സ്. അങ്ങനെയാണ് വോവൻ ക്ലോത്ത്സിലേക്ക് മനുഷ്യർ നീങ്ങിയത്. ഓൺ ക്ലോത്ത്സ് എന്ന് പറയുമ്പോൾ അവർ നെയ്തെടുത്ത ഉടുപ്പുകളിലേക്ക് മാറിയത്. ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് ക്ലോത്ത് യൂസിങ് വുഡൻ ലൂംസ് വെയർ ഡെവലപ്ഡ് ലേറ്റർ. പിന്നീട് കൈത്തറി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു തടി വന്നിട്ട് അതിലിങ്ങനെ തുണികളെല്ലാം നെയ്തെടുക്കുന്നതായിട്ടൊക്കെ. അപ്പോൾ അത് ഉപയോഗിച്ച് പുതിയ തരം വസ്ത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് പിന്നീട് തുടങ്ങി. The increase in need of the clothing led to the invention of weaving equipment. This helped to increase the speed of weaving. Handloom clothes are clothes woven on handloom using yarns. പിന്നീട് വസ്ത്രങ്ങളുടെ ആവശ്യം മനുഷ്യനെ നെയ്യാനുള്ള പുതിയ എക്യുപ്മെൻറ്റ്സിൽ പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് മനുഷ്യനെ നിർബന്ധിതരാക്കി. എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം ചെയ്യാൻ വേണ്ട ഒരു ഉപകരണത്തെയാണ് എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെയ്യാൻ വേണ്ട ഇൻസ്ട്രുമെൻറ്റിനെ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റിനെ മനുഷ്യർ പുതുതായി കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി. കാരണം എല്ലാവർക്കും വസ്ത്രം വേണമെന്നുള്ളത് ഒരു ആവശ്യമായി മാറി. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ വേഗത്തിൽ എല്ലാവർക്കും വസ്ത്രങ്ങൾ എത്തിക്കാനായിട്ട് മനുഷ്യർ ഇങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ സഹായം തേടാനായിട്ട് തുടങ്ങി. പിന്നെ ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈത്തറി. പിന്നെ കൈത്തറി വസ്ത്രങ്ങളിലേക്ക് മനുഷ്യർ മാറുകയും ചെയ്തു. അതിനു വേണ്ട എക്യുപ്മെൻറ്റ്സും കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി. അടുത്തൊരു ഗ്രീൻ ബോക്സ് നോക്കിയേ. ക്ലോത്തിങ് ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇൻഡസ് വാലിയുടെ ക്ലോത്തിങ്ങിനെ പറ്റിയാണ്. ഇൻഡസ് വാലി വാസ് ആൻ ആൻഷ്യൻ്റ് റിവർ വാലി സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലുണ്ടായിരുന്ന ഒരു ആൻഷ്യൻ്റ് റിവർ സിവിലൈസേഷൻ, നദീതട സംസ്കാരമായിരുന്നു ഇൻഡസ് വാലി. ഫ്രം ദ അവൈലബിൾ എവിഡൻസസ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് പീപ്പിൾ ഓഫ് ഇൻഡസ് വാലി മെയ്ഡ് ക്ലോത്തിങ് ഫ്രം കോട്ടൺ ആൻഡ് വൂൾ. അപ്പോൾ ഇൻഡസ് വാലി ഉണ്ടായിരുന്ന മനുഷ്യർ എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്? വൂളും കോട്ടനും ഉപയോഗിച്ച വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലായത്? അവിടെ നിന്ന് ലഭിച്ച പ്രതിമകളിൽ നിന്നും സ്റ്റാച്യൂസിൽ നിന്നുമാണ് നമുക്ക് അവരുടെ വസ്ത്രങ്ങൾ, ആ പ്രതിമകളുടെ വസ്ത്രങ്ങൾ നോക്കിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ആയിരിക്കാം അവരന്ന് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ എന്നുള്ള ഒരു സൂചന ലഭിച്ചത്. അതുമാത്രമല്ല, അവിടെ കോട്ടൺ ഉപയോഗിച്ച വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കോട്ടൺ അവർ അവിടെ നിന്ന് മറ്റൊരു റീജിയൻസിലേക്ക് ട്രേഡിനായിട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കച്ചവടത്തിനായിട്ട് അവർ കോട്ടൺ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. The invention of handloom was a breakthrough in the field of cloth manufacturing. Clothes were colored with a dye made from indigo plant. The technique of weaving became more popular over the years. അപ്പോൾ ഹാൻഡ്ലൂം, കൈത്തറി നമ്മൾ കണ്ടുപിടിച്ചു എന്നുള്ളത് നമ്മുടെ ക്ലോത്തിങ്ങിൻ്റെ ഫീൽഡിൽ തന്നെ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നു. എന്നിട്ടോ പിന്നെ നമ്മൾ കളർ കണ്ടിട്ടുണ്ടല്ലോ, തുണികളിലെല്ലാം വൈറ്റ് കളറൊന്നും അല്ലല്ലോ, എല്ലാത്തിനും പല പല കളേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് എവിടെ നിന്നാണ് കിട്ടിയേ? ക്ലോത്ത്സ് വെയർ കളേർഡ് വിത്ത് എ ഡൈ മെയ്ഡ് ഫ്രം ഇൻഡിഗോ പ്ലാന്റ്. അപ്പോൾ ഇൻഡിഗോ പ്ലാന്റിൽ നിന്ന് ലഭിച്ച കളർ വെച്ചിട്ടും ക്ലോത്ത്സിനെ നമ്മൾ ഓരോ നിറങ്ങളുള്ള ക്ലോത്ത്സുകളാക്കി മാറ്റി. നമ്മൾ ആ പിക്ചർ നോക്കുമ്പോൾ നമുക്ക് എന്താണ് കൈത്തറി എന്ന് മനസ്സിലാവും. പിന്നെ ഏർലി സ്പിന്നിങ് മെഷീൻ കാണിച്ചിരിക്കുന്നുണ്ടോ? ചർക്ക കാണിച്ചിട്ടുണ്ട്. നമ്മൾ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതും എന്താണ്? തുണികൾ വീവ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഹാൻഡ്ലൂം കാണിച്ചിട്ടുണ്ട്. ഹാൻഡ്ലൂം ഇപ്പോഴും നിങ്ങൾ പല പരസ്യങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അടുത്ത് നോക്കാം. നമ്മൾ തന്നെ പലതരം വസ്ത്രങ്ങളുടെ മെറ്റീരിയൽസ് കേട്ടിട്ടുണ്ട്. കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ എന്നെല്ലാം. അപ്പോൾ നമുക്ക് നോക്കാം.
കോട്ടൺ ഈസ് യൂസ് ടു മേക്ക് ക്ലോത്തിങ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ കോട്ടൺ ഉപയോഗിച്ചാണ് ഒട്ടുമിക്ക വസ്ത്രങ്ങളും ഈ ലോകത്ത് ആകമാനം നിർമ്മിക്കുന്നത്. കോട്ടൺ ഒബ്റ്റെയിൻ ഫ്രം ദ കോട്ടൺ പ്ലാന്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു യാംസ് ആൻഡ് യൂസ് ടു മേക്ക് ക്ലോത്തിങ്. അപ്പോൾ കോട്ടൺ പ്ലാന്റ് എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. ആ ചെടിയുടെ പിക്ചർ അവിടെ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു കായയാണ് കോട്ടൺ എന്ന് പറയുന്നത്. ആ കായനെയാണ് പിന്നീട് നൂലുകളാക്കി മാറ്റുന്നതും അതുപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നു. കോട്ടൺ ഹാസ് ബീൻ കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ സിൻസ് ആൻഷ്യൻ ടൈംസ്. അപ്പോൾ പുരാതന കാലങ്ങൾ മുതലേ തന്നെ നമ്മുടെ രാജ്യത്ത് കോട്ടൺ കൃഷി ചെയ്യാറുണ്ട്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ജൂട്ടാണ്. ജൂട്ട് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ജൂട്ട് പ്ലാന്റിൽ നിന്നാണ്. ജൂട്ട് പ്ലാന്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ നാച്ചുറൽ ഫൈബർ. അതൊരു നാച്ചുറൽ ഫൈബറാണ്. മോസ്റ്റ് ഓഫ് ദ വേൾഡ്സ് ജൂട്ട് കൾട്ടിവേഷൻ ഓൺ ദ ഫെർട്ടൈൽ ബാങ്ക്സ് ഓഫ് റിവർ ഗംഗ ഇൻ ഇന്ത്യ. അപ്പോൾ ലോകത്തെ ഒട്ടുമിക്ക ജൂട്ടും എവിടെ നിന്നാണ് കിട്ടുന്നത്? ഗംഗയുടെ തീരത്ത് നമ്മൾ ജൂട്ട് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ജൂട്ട് കൃഷി ചെയ്തിട്ടുണ്ട്, അവിടെ നിന്നാണ് കിട്ടുന്നത്. ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ജൂട്ട് വെയർ ടേക്കൺ ഫ്രം ഇന്ത്യ ബൈ ഫോറിനേഴ്സ് ഫോർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അപ്പോൾ ഫോറിനേഴ്സ് ഒരുപാട് ജൂട്ട് ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ട് പോകാറുണ്ട്. എന്തിനാണ്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ടി. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്ര വ്യാപാരം. അടുത്ത് ഇൻഡിഗോ നോക്കാം. ഇൻഡിഗോ ഇൻ ദ ഏർലി ഡേയ്സ് എ ഡൈ മെയ്ഡ് ഫ്രം ഇൻഡിഗോ പ്ലാന്റ് വാസ് യൂസ് ടു മേക്ക് കളർ ക്ലോത്ത്സ്. ലേറ്റർ വേരിയസ് പിഗ്മെൻറ്റ്സ് വെയർ മിക്സ്ഡ് വിത്ത് ഇൻഡിഗോ ടു മേക്ക് ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ പണ്ട് ഡൈ മെയ്ഡ് ഫ്രം ഇൻഡിഗോ പ്ലാന്റ് വാസ് യൂസ് ടു കളർ ക്ലോത്ത്സ്. അപ്പോൾ വസ്ത്രങ്ങൾക്കെല്ലാം നിറം കൊടുക്കാനായിട്ട് ഇൻഡിഗോ പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത കളേഴ്സാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അപ്പം പ്രധാനമായിട്ട് അത് ബ്ലൂ കളറാണ്. പിന്നീട് നമ്മൾ അതിലേക്ക് വേറെ പല പിഗ്മെൻറ്റുകൾ മിക്സ് ചെയ്ത് മറ്റു പല കളേഴ്സും ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. കേരളത്തിൽ എവിടേക്കാണ് നമുക്ക് കൈത്തറി വസ്ത്രങ്ങൾ ലഭിക്കുക? തിരുവനന്തപുരത്ത് ബാലരാമപുരത്തും തൃശ്ശൂരിലെ കുത്തമ്പള്ളിയിലും കണ്ണൂരിലുമാണ് പ്രധാനമായിട്ടും നമുക്ക് ഹാൻഡ്ലൂംസ് കൈത്തറി വസ്ത്രങ്ങൾ ലഭിക്കുക. പ്രോഗ്രസ് ഇൻ സയൻസ് ഹാസ് ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് ന്യൂ മെഷീൻ ഇൻ ദ ഫീൽഡ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ്. പിന്നീട് പുതിയ പുതിയ മെഷീൻസ് എല്ലാം ഉണ്ടായപ്പോൾ അതെല്ലാം ഈ വസ്ത്ര വ്യാപാര മേഖലയെ കൂടുതൽ മെച്ചപ്പെടുത്തി. ദ സ്പിന്നിങ് ജെന്നി സീൻ ഇൻ ദ പിക്ചർ ഈസ് വൺ സച്ച് എ മെഷീൻ. ഇപ്പോൾ സ്പിന്നിങ് ജെന്നി എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. ചർക്കയാണ് സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത്. അതും കൂടുതൽ നമ്മുടെ വസ്ത്ര വ്യാപാരത്തെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിച്ചു. സ്പിന്നിങ് ജെന്നി നമ്മളെ പ്രധാനമായിട്ട് ഹെൽപ്പ് ചെയ്തത് നൂലുകൾ കൂടുതൽ വേഗത്തിൽ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. നമ്മൾ കൈകൊണ്ട് നൂലുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ, ഫൈബേഴ്സിൽ നിന്ന് നൂലുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അതിന് ഒരുപാട് സമയമെടുത്തു. എന്നാൽ ഈ സ്പിന്നിങ് ജെന്നി നമ്മളെ വേഗത്തിൽ നൂലുകൾ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ദ റൈസ് ഇൻ പോപ്പുലേഷൻ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ ക്ലോത്തിങ്. ന്യൂ മെഷീൻസ് ബിക്കേം എ പാർട്ട് ഓഫ് വീവിംഗ്. ഇറ്റ് റെഡ്യൂസ് ദ ഹ്യൂമൻ എഫേർട്ട്. ദ ഹാൻഡ്ലൂം വാസ് ലേറ്റർ റീപ്ലേസ്ഡ് ബൈ പവർലൂം. പിന്നീട് നമ്മൾ പറഞ്ഞല്ലോ കൈത്തറി ഹാൻഡ്ലൂം പിന്നീട് പവർ ലൂം കൊണ്ട് റീപ്ലേസ് ചെയ്തു. പവർ ലൂമിൻ്റെ പിക്ചറാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. പവർ ലൂം കണ്ടുപിടിച്ച ആരാണ്? എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ്. പവർ ലൂം ഈസ് ഓപ്പറേറ്റഡ് എയ്തർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി ഓർ സം അതർ എനർജി സോഴ്സ്. ഒന്നുകിൽ ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ മറ്റൊരു എനർജി സോഴ്സോ ഉപയോഗിച്ചാണ് പവർ ലൂം വർക്ക് ചെയ്യിപ്പിച്ചത്. പവർ ലൂം ക്യാൻ പ്രൊഡ്യൂസ് മോർ ക്ലോത്ത് മച്ച് ഫാസ്റ്റർ ദാൻ ഹാൻഡ് ലൂം. അപ്പോൾ കൈത്തറിയേക്കാൾ വേഗത്തിൽ പവർ ലൂമിന് പുതിയ വസ്ത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. Europeans traveled to different parts of the world in search of markets to sell the clothes produced as a result of mechanization. As part of it, they reached India also. They took the raw materials needed for the textile industry from India to Europe. Clothes they produced with the help of machines were sold in India. അപ്പോൾ യൂറോപ്പിലുള്ള മനുഷ്യർ എന്ത് ചെയ്തു? ലോകത്തിലെ പല ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനായിട്ട് തുടങ്ങി. അവർ നിർമ്മിച്ചെടുത്ത മെഷീൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത വസ്ത്രങ്ങൾ വ്യാപാരം നടത്താനായിട്ട്, വസ്ത്രങ്ങൾ സെല്ല് ചെയ്യാനായിട്ട്, വിൽക്കാനായിട്ട് അങ്ങനെ അവർ ഇന്ത്യയിലും എത്തി. എന്നിട്ട് അവർ എന്ത് ചെയ്തു? ഇന്ത്യയിൽ വന്നിട്ട് അവർക്ക് വേണ്ട ഒരു വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ അവർക്ക് വേണ്ട എല്ലാ നൂലും അതുപോലെയുള്ള പല കാര്യങ്ങൾ എടുത്തിട്ട് ഇന്ത്യയിൽ നിന്ന് പോയിട്ട് അവിടെ ചെന്ന് യൂറോപ്പിൽ ചെന്ന് അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ മെഷീൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കി. എന്നിട്ട് അത് വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന് വിൽക്കാനായിട്ട് നോക്കി. ഇപ്പോൾ ബോക്സിൽ എന്താ പറയുന്നത്? യൂറോപ്യൻസ് ആരാണ്? യൂറോപ്യൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? യൂറോപ്പിൽ താമസിക്കുന്നവർ. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കോണ്ടിനെൻ്റ് ആണ്. പീപ്പിൾ ഓഫ് ദിസ് കോണ്ടിനെൻ്റ് ആർ കോൾഡ് യൂറോപ്യൻസ്. പോർച്ചുഗീൽ, ഡച്ച്, ദ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച് കെയിം ടു ഇന്ത്യ ഫ്രം യൂറോപ്പ് ഫോർ ട്രേഡ്. യൂറോപ്പ് എന്ന് പറഞ്ഞ കോണ്ടിനെൻറ്റിലുള്ള പല രാജ്യങ്ങളാണ് പോർച്ചുഗൽ, നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും എല്ലാം ഇന്ത്യയിലേക്ക് വരാനായിട്ട് തുടങ്ങി. എന്തിനാണ്? വ്യാപാരത്തിനായിട്ട്. ദേ കോളനൈസ്ഡ് ഇന്ത്യ ആൻഡ് ടുക്ക് ദ റോ മെറ്റീരിയൽസ് ഫ്രം ഹിയർ ടു ദെയർ ലാൻഡ്സ്. എമംഗ് ദം ദ ഇംഗ്ലീഷ് കോളനൈസ്ഡ് ഇന്ത്യ ഫോർ ദ ലോങ്ങസ്റ്റ് പീരീഡ്. അങ്ങനെ വസ്ത്ര വ്യാപാരത്തിനായിട്ട് വന്നാണ് പിന്നീട് നമ്മുടെ സ്വാതന്ത്ര്യമെല്ലാം അവർ പിടിച്ചെടുക്കാനായിട്ട് നോക്കിയെന്നുള്ളതല്ലല്ലോ, നമ്മൾ പിടിച്ചെടുത്തു. പിന്നെ അവരെല്ലാം ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടില്ലേ നമ്മുടെ സ്വാതന്ത്ര്യം തിരിച്ചു വാങ്ങിയത്.
അപ്പോൾ പുതിയ പുതിയ മെഷീൻസ് കണ്ടുപിടിച്ചത് വസ്ത്രങ്ങളുടെ പ്രൊഡക്ഷൻ ഫാസ്റ്റർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. വേഗം വേഗം പുതിയ പുതിയ ക്ലോത്ത്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. പുതിയ പുതിയ മെഷീൻസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അതുമാത്രമല്ല നമ്മൾ നാച്ചുറൽ ഡൈസ് മാത്രമല്ല പിന്നീട് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പല കളേഴ്സും ഉണ്ടാക്കിയെടുത്ത് അതെല്ലാം ആ നിറങ്ങളെല്ലാം നമ്മുടെ വസ്ത്രത്തിന് കൊടുക്കാനായിട്ടും തുടങ്ങി. The color varieties found in most of our clothing we use today were made by mixing these types of dyes. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ പല കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന വസ്ത്രങ്ങൾക്ക് ഓരോന്നിനും നിറം കൊടുക്കുന്നത്. ചേഞ്ചസ് ബ്രോട്ട് ബൈ ദ യൂസ് ഓഫ് മെഷീനറി ഇൻ ദ മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്സ്. അപ്പോൾ വസ്ത്ര വ്യാപാര മേഖലകളിൽ മെഷീൻസ് നമ്മൾ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത്? ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ്. പുതിയതായിട്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി. റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ. അപ്പോൾ പുതിയ പുതിയ മെഷീൻസ് വന്നപ്പോഴോ മനുഷ്യർ ചെയ്യേണ്ട പണികൾ കുറഞ്ഞു വന്നു. ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്. ക്ലോത്ത്സിൽ തന്നെ ഒരുപാട് വ്യത്യസ്തതകളുണ്ടായി. ക്വാളിറ്റി ക്ലോത്തിങ്. മെഷീൻസ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ക്ലോത്തിങ്ങിൻ്റെ വസ്ത്രത്തിൻ്റെ ക്വാളിറ്റി കൂടി. സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ്. അപ്പോൾ ക്ലോത്തിങ് ഒരുപാട് രാജ്യങ്ങളിലേക്കും ഒരുപാട് സ്ഥലങ്ങളിലേക്കും വ്യാപിക്കാനായിട്ട് തുടങ്ങി. എല്ലാവരും വസ്ത്രങ്ങൾ ഉപയോഗിക്കാനായിട്ടും തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് മെഷീൻസ് ഉപയോഗിച്ചതിലൂടെ ഉണ്ടായത്. ക്ലോത്ത്സ് ഉണ്ടാക്കാനായിട്ട് നാച്ചുറൽ ഫൈബേഴ്സും സിന്തറ്റിക് ഫൈബേഴ്സും ഉപയോഗിച്ചിരുന്നു. നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ആനിമൽസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നും എല്ലാം എടുത്ത ഫൈബേഴ്സാണ് നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ദ ഡിസ്കവറി ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് ലെഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ് ഓഫ് ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സ് ആൻഡ് ക്വാളിറ്റി. പല ക്വാളിറ്റിയിലും പല ടെക്സ്ചറിലുമുള്ള ക്ലോത്തുകളെല്ലാം ഉണ്ടാകാൻ തുടങ്ങിയത് സിന്തറ്റിക് ഫൈബേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ദ യൂസ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് സച്ച് എസ് പോളിസ്റ്റർ ആൻഡ് നൈലോൺ ഹെൽപ്പ് ടു മേക്ക് ക്ലോത്തിങ് മോർ ഡ്യൂറബിൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്. അപ്പോൾ കോട്ടൺ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫൈബേഴ്സ് ആണ്. അത് നാച്ചുറൽ ആയിട്ടുള്ള കോട്ടൺ പ്ലാന്റിൽ നിന്ന് എടുത്തതാണ്. എന്നാൽ നൈലോൺ, പോളിസ്റ്റർ ഇവയെല്ലാം സിന്തറ്റിക് ഫൈബേഴ്സ് ആണ്. ഇതെല്ലാം എന്തിനു സഹായിക്കുന്നു? സിന്തറ്റിക് ഫൈബേഴ്സ് ഒരുപാട് വർഷങ്ങളിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പോകുന്ന തുണികൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ചീപ്പായിട്ട് വിലക്കുറവിൽ നമുക്ക് വസ്ത്രങ്ങൾ ലഭിക്കാനും കാരണമായി തീർന്നു സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ വരവ്. അടുത്ത് നമ്മൾ ആ ടേബിളിൽ നോക്കാം. നാച്ചുറൽ ഫൈബേഴ്സും സിന്തറ്റിക് ഫൈബേഴ്സും എന്താണെന്നാണ്. നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ആനിമൽസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നും എടുത്തത്. ആനിമൽസിൻ്റെ എക്സാമ്പിളാണ് വൂൾ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഷീപ്പ്. ഷീപ്പിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വൂളും അതുപോലെ തന്നെ പട്ടുനൂൽ പുഴുവിൽ നിന്ന് നമ്മൾ പട്ടുണ്ടാക്കുന്നതും നാച്ചുറൽ ഫൈബേഴ്സിന് എക്സാമ്പിളാണ്. ഇനി പ്ലാന്റ്സിൻ്റെ കാര്യം നോക്കിയാലോ. പ്ലാന്റ്സ് കോട്ടനും ജൂട്ട് പ്ലാന്റിൽ നിന്നുമാണ് നമ്മൾ കോട്ടനും ജൂട്ടും ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് സിന്തറ്റിക് ഫൈബേഴ്സ് നോക്കാം. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽസ് സച്ച് as petroleum. Synthetic fibers are generally less expensive to produce clothes than natural fibers. അപ്പോൾ സിന്തറ്റിക് ഫൈബേഴ്സ് ഉണ്ടാക്കുന്നത് പെട്രോളിയം മുതലായ വസ്തുക്കളിൽ നിന്നാണ്, കെമിക്കൽസുകളിൽ നിന്നാണ്. അതുമാത്രമല്ല നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ് സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്, വില വളരെ കുറവാണ്. അതുമാത്രമല്ല അതിന് വേറൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. അത് വേഗം ചുരുങ്ങി പോകാറില്ല. സിന്തറ്റിക് ഫൈബേഴ്സ് ആയിട്ടുള്ള പോളിസ്റ്ററും നൈലോണും റയോണും എല്ലാം വേഗം ചുരുങ്ങി പോകാത്ത തുണികളാണ്. നിങ്ങൾ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത്. വൂൾ എടുക്കുന്നത് ആരിൽ നിന്നാണ്? ഷീപ്പിൽ നിന്നാണ്. സിൽക്ക് എടുക്കുന്നത് സിൽക്ക് വർമിൽ നിന്നാണ്. കോട്ടൺ എടുക്കുന്നത് കോട്ടൺ പ്ലാന്റിൽ നിന്നാണ്. ജൂട്ട് പ്ലാന്റിൽ നിന്നുമാണ്. ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്ങിലെ വ്യത്യസ്തത. നമ്മൾ ഓരോരുത്തരും പലതരം വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. അത് ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറാറുണ്ട്, ഓരോ ഒക്കേഷൻസിനനുസരിച്ച് മാറാറുണ്ട്. ഓരോ എന്ത് പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ പലതരം വസ്ത്രങ്ങൾ ധരിക്കാറുള്ളൂ. അപ്പോൾ ക്ലൈമറ്റിനനുസരിച്ച് നമ്മൾ വസ്ത്രങ്ങൾ മാറ്റാറുണ്ടെന്നതും ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സിൽ തൻ്റെ ജോലിക്കനുസരിച്ച് വസ്ത്രങ്ങൾ ധരിക്കുന്നവരും ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് വസ്ത്രങ്ങൾ ധരിക്കുന്നവരും അതുമാത്രമല്ല രോഗത്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് വസ്ത്രങ്ങൾ ധരിക്കുന്ന മെത്തേഡുകളും ഓർത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലൈമറ്റ്, കസ്റ്റംസ്, പൊസിഷൻസ് ഓഫ് പവർ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് റീജിയണൽ ഡിഫറൻസ് ഇൻഫ്ലുവൻസ് ക്ലോത്തിങ്. അപ്പോൾ വസ്ത്രധാരണത്തെ എന്തെല്ലാം ബാധിക്കും? കാലാവസ്ഥ, നമ്മുടെ കസ്റ്റംസ്, നമ്മുടെ ട്രഡീഷൻസ്, നമ്മുടെ ആചാരങ്ങൾ, പൊസിഷൻസ് ഓഫ് പവർ, നമ്മൾ എന്ത് പവറിലാണ് ഇരിക്കുന്നത്, നമ്മുടെ ജോലി, അതുപോലെ തന്നെ നമ്മുടെ റീജിയണൽ ഡിഫറൻസസ്, നമ്മുടെ സ്ഥലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഇതെല്ലാം നമ്മുടെ വസ്ത്രധാരണത്തെ ബാധിക്കും. വെറൈറ്റി ക്യാൻ ബി സീൻ നോട്ട് ഓൺലി ഇൻ ക്ലോത്തിങ് ബട്ട് ഓൾസോ ഇൻ ജുവലറി, ഹാറ്റ്സ് ആൻഡ് ഫുഡ് വെയർ. അപ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ മാത്രമല്ല നമ്മൾ ധരിക്കുന്ന ചെരുപ്പുകളിലും
നമ്മൾ ധരിക്കുന്ന ജ്വല്ലറിയിലും നമ്മൾ ധരിക്കുന്ന തൊപ്പികളിലും പോലും ഈ വ്യത്യസ്തത നമുക്ക് കാണാനായിട്ട് പറ്റും. നൗ എഡേയ്സ് എ ലോട്ട് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് സിമിലാരിറ്റീസ് ക്യാൻ ബി സീൻ ഇൻ ക്ലോത്തിങ് ആൻഡ് സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് വ്യത്യസ്തതയും അതുപോലെ തന്നെ ഒരുപാട് സിമിലാരിറ്റീസ് നമുക്ക് കാണാനായിട്ട് പറ്റും വസ്ത്രങ്ങൾ ധരിക്കുന്ന രീതികളിലും വസ്ത്രങ്ങളിലും. അപ്പോൾ നമുക്കിവിടെ താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അത് ആർട്സിൻ്റെ മേഖലകളിലുള്ള വ്യത്യസ്തമായ വസ്ത്രങ്ങളാണ്. അപ്പോൾ ആദ്യം ആരാണ്? കഥകളിയാണ്. രണ്ടാമത് ആരാണ്? തെയ്യത്തിൻ്റെ കോസ്റ്റ്യൂമാണ്. മൂന്നാമത് മോഹിനിയാട്ടമാണ്. നാലാമത് ആരാണ്? കേരള നടനത്തിൻ്റെ വസ്ത്രമാണ്. അടുത്ത അഞ്ചാമത് ഒപ്പനയുടെ വസ്ത്രധാരണ രീതിയാണിത്. അവസാനത്തെ ആരാണ്? ചവിട്ട് നാടകത്തിൻ്റെ വസ്ത്രരീതിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അടുത്ത ഡിസ്ക്രിമിനേഷനും ക്ലോത്തിങ്ങിലുള്ള ഡിസ്ക്രിമിനേഷൻ എന്നാൽ എന്താണ്? വിവേചനം. അപ്പോൾ നിങ്ങൾ ആ പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അത് വായിച്ച് നോക്കുക. അത് വസ്ത്രത്തിൻ്റെ വിവേചനത്തെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അത് വായിച്ച് മനസ്സിലാക്കുക. പണ്ട് കാലത്ത് കേരളത്തിലെ സ്ത്രീകൾക്ക് പോലും മേൽമുണ്ട് ധരിക്കാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. തൻ്റെ മാറ് മറയ്ക്കാനും തൻ്റെ നെഞ്ചു മറയ്ക്കാനുമുള്ള അവകാശങ്ങളൊന്നും ഏത് സ്ത്രീകൾക്കാണ്? താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ലഭിച്ചിരുന്നില്ല. അപ്പോൾ അതിന് അനുവാദം നൽകിക്കൊണ്ടുള്ള ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ ഒരു അറിയിപ്പാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ വായിച്ചത്. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് പ്രൊക്ലമേഷൻ? ദിസ് പ്രൊക്ലമേഷൻ റിവീൽസ് ദാറ്റ് ദ കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് അറ്റ് ദ ടൈം പ്രിവെൻറ്റഡ് സർട്ടൻ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ ഫ്രം വെയറിങ് ക്ലോത്ത്സ് ആസ് ദേ ഹാവ് വിഷ്. അപ്പോൾ അന്നത്തെ കാസ്റ്റ് സിസ്റ്റംസ് ഒരുപാട് നിലനിർന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ ജാതിയിലുള്ള വിവേചനങ്ങൾ മനുഷ്യൻ്റെ വസ്ത്രധാരണത്തെ ബാധിക്കുകയും തനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഉള്ള അനുവാദം പോലും ലഭിക്കാതിരിക്കാൻ അത് കാരണമായി ഈ ജാതി വിവേചനം മാറുകയും ചെയ്തിരുന്നു അന്ന്. അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏർലി 19th സെഞ്ച്വറിയിൽ സദേൺ ട്രാവൻകൂറിലെ കുറച്ച് സ്ത്രീകൾ പ്രൊട്ടസ്റ്റ് ചെയ്തു. കുറച്ച് സ്ത്രീകൾ ഇതിനെതിരെ തനിക്ക് മേൽമുണ്ട് ധരിക്കാൻ പറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാം എന്ന അവകാശം കൊണ്ടുവന്നത്. ക്ലോത്ത്സ് ആസ് എ വെപ്പൺ ഓഫ് അജിറ്റേഷൻ. അപ്പോൾ ക്ലോത്ത്സിനെ പ്രക്ഷോഭങ്ങളിലും ഒരു ആയുധമാക്കി ഉപയോഗിച്ചിരുന്നു. ക്ലോത്ത് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ പാസ്റ്റ് ആസ് വെപ്പൺ എഗെയിൻസ്റ്റ് വേരിയസ് ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. പലതരം ചൂഷണങ്ങൾക്കും എതിരെയുള്ള ഒരു ആയുധമായും വസ്ത്രങ്ങളെ മനുഷ്യർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റിൽ ചെയ്തത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി വസ്ത്രത്തിന് വലിയ ഒരു മാറ്റം കൊണ്ടുവന്നിരുന്നു. ഗാന്ധിജി നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്ന ഖാദി വസ്ത്രങ്ങൾ ധരിക്കാനും അതുപോലെ തന്നെ നമ്മൾ ചർക്കയിൽ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാനും പറയുകയും അതുപോലെ തന്നെ ഫോറിൻ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാൻ പറയുകയും ചെയ്തു. ഫോറിൻ വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രങ്ങൾ, വിദേശ വസ്ത്രങ്ങൾ. ഗാന്ധിജി ഡിമാൻഡഡ് ടു ബോയ്കോട്ട് ഫോറിൻ ക്ലോത്ത്സ് ബൈ മേക്കിംഗ് ആൻഡ് വെയറിംഗ് ഇൻഡിജിനസ് ക്ലോത്ത്സ്. നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ച വസ്ത്രങ്ങൾ ധരിക്കുകയും പുറത്തു നിന്ന് കൊണ്ടുവന്ന വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യാനും ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അവിടെ 2 പിക്ചേഴ്സ് ഉണ്ട്. ആദ്യത്തെ പിക്ചറിൽ ബോയ്കോട്ടിംഗ് ആൻഡ് ബേണിംഗ് ഫോറിൻ ക്ലോത്ത്സ്, വിദേശ വസ്ത്രങ്ങളെ ഉപേക്ഷിക്കുകയും അതിനെ കത്തിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ ജനതയെ കാണാം. രണ്ടാമത്തെ പിക്ചറിൽ ചർക്ക ഉപയോഗിക്കുന്ന ഗാന്ധിജിയെയും കാണാം. ഗാന്ധിജി turned the freedom struggle into mass movement by making clothes as weapon of struggle. Charka became a symbol of Swadeshi movement in Indian freedom struggle. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഒരു സിമ്പലായി ചർക്ക മാറി. സ്വദേശി മൂവ്മെൻറ്റ് എന്നാൽ എന്താണ്? 7th August 1905 സ്റ്റാർട്ട് ചെയ്തൊരു മൂവ്മെൻറ്റാണ് സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വസ്ത്രങ്ങളെയും അവർ കൊണ്ടുവന്ന സാധനങ്ങളെയും ബഹിഷ്കരിക്കാനും നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ നിർമ്മിച്ച വസ്ത്രങ്ങളെയും അതുപോലെ തന്നെ ചരക്കുകളെയും ഉപയോഗിക്കാനും പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു മൂവ്മെൻറ്റാണ് സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. August 7, which marked the beginning of the സ്വദേശി മൂവ്മെൻറ്റ്, ഹാസ് ബീൻ ഒബ്സർവ്ഡ് as നാഷണൽ ഹാൻഡ്ലൂം ഡേ ഇൻ ഇന്ത്യ സിൻസ് 2015. 2015 മുതൽ നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയി ആചരിക്കുന്നത് August 7. ഖാദി മൂവ്മെൻറ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്തത് 1918 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഖാദി മൂവ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്തത്. ഖാദി വസ്ത്രങ്ങൾ കൂടുതൽ ഉപയോഗിക്കാനായി ആഹ്വാനം ചെയ്ത മൂവ്മെൻ്റ് ആയിരുന്നു ഖാദി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് വലിയൊരു വിജയമായി തീരുകയും ചെയ്തിരുന്നു.
അടുത്ത് നമ്മൾ നോക്കേണ്ടത് ന്യൂ ട്രെൻഡ്സ് ഇൻ ക്ലോത്തിങ്, വസ്ത്രങ്ങളിലെ പുതിയ മാറ്റങ്ങളെ പറ്റിയാണ്. വസ്ത്രങ്ങളിൽ മാറ്റം ഉണ്ടായത് പ്രൊഡക്ഷൻ മെഷീനിലേക്ക് മാറി എന്നുള്ളത് മാത്രമായിരുന്നില്ല, ഉൽപ്പാദനത്തിൽ മാത്രമായിരുന്നില്ല, അവരുടെ സ്റ്റൈലിലും അതുപോലെ തന്നെ ഡിസൈനിലും അതുപോലെ ടെക്സ്ചറിലും ക്വാളിറ്റിയിലും എല്ലാത്തിലും വസ്ത്രത്തിന് മാറ്റങ്ങൾ സംഭവിച്ചു. ഓരോ മനുഷ്യരുടെയും ഇൻട്രസ്റ്റിനും താല്പര്യത്തിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചായി അവരുടെ വസ്ത്രധാരണ രീതി. ദർ ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെൻറ്റ് ഇൻ ക്ലോത്തിങ് ഓൾസോ അലോങ് വിത്ത് ചേഞ്ച് ഇൻ ബ്യൂട്ടി കോൺസെപ്റ്റ്. അപ്പോൾ ബ്യൂട്ടി കോൺസെപ്റ്റ് നമ്മുടെ സൗന്ദര്യത്തിൻ്റെ സങ്കല്പങ്ങൾ മാറുന്നതനുസരിച്ച് വസ്ത്രധാരണ രീതിയെ മാറാനായിട്ട് തുടങ്ങി. നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് പരസ്യങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാം ഇതിനെ ഒത്തിരി ബാധിക്കുകയും ചെയ്തു. Lot of employment opportunities are opening up today in the field of like fashion designing and embroidery. ഫാഷൻ ഡിസൈനിങ്ങിലും എംബ്രോയ്ഡറിയിലുമെല്ലാം ഒരുപാട് പുതിയ ജോലിയുടെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവാനായിട്ട് തുടങ്ങി, പുതിയ തൊഴിലവസരങ്ങളും ഉണ്ടാകാനായിട്ട് തുടങ്ങി. അപ്പോൾ ക്ലോത്തിങ് ആയിട്ട് ബന്ധപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ്? ക്ലോത്ത് മാനുഫാക്ചറിങ്, വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ്? വീവിങ്, കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുക. വീവിംഗ് എന്ന് പറയുമ്പോൾ നെയ്യുക, കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ വസ്ത്രത്തിൻ്റെ ഡിസൈൻ തീരുമാനിക്കുക. സ്യൂവിങ്, തയ്ക്കുക. എംബ്രോയ്ഡറി ചെയ്യുക, ഡിസൈനിങ് ചെയ്യുക, കളർ കൊടുക്കുക, ഡൈയിങ് ചെയ്യുക, സ്പിന്നിങ് ചെയ്യുക. ഇതെല്ലാം എംപ്ലോയ്മെൻറ്റ് സെക്ടേഴ്സിനും ക്ലോത്ത് മാനുഫാക്ചറിങ്ങിൻ്റെ തൊഴിൽ അവസരങ്ങളാണ്. ക്ലോത്ത് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്രനിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിൽ അവസരങ്ങളാണ് ഇവയൊക്കെ. അടുത്ത കുറച്ച് ന്യൂസ് ക്ലിപ്സ് തന്നിട്ടുണ്ട്. ടാലൻസ് അറ്റ് ദ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ വിത്ത് കാർപ്പറ്റ്സ് മെയ്ഡ് ഫ്രം സ്ക്രാപ്പ് ക്ലോത്ത്സ്. അപ്പോൾ സ്ക്രാപ്പ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വേണ്ടാത്ത തുണികളിൽ നിന്ന് ഉണ്ടാക്കിയ കാർപ്പറ്റുകളെ പറ്റിയുള്ള ഒരു ന്യൂസാണത്. മലപ്പുറം ഡിസ്ട്രിക്ട് പഞ്ചായത്ത് വിത്ത് എ പ്രൊജക്ട് ടു മേക്ക് ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സ് ഫ്രം ഓൾഡ് ക്ലോത്തിങ്. ഇപ്പോൾ പഴയ തുണികളിൽ നിന്ന് ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് രണ്ടാമത്തെ ന്യൂസ്. അടുത്ത് ഗീവ് അസ് സാരീസ് വി വിൽ ഗീവ് യു ബാഗ്സ്. അപ്പോൾ സാരീസ് കൊടുക്കുമ്പോൾ അതിനെ ബാഗാക്കി തരുന്ന ഒരു പ്രൊജക്റ്റിനെ പറ്റിയാണ് മൂന്നാമത്തത്. വോളണ്ടറി ഓർഗനൈസേഷൻ വിത്ത് എ മിഷൻ ടു കളക്ട് ക്ലോത്തിങ് ഫോർ റിലീഫ് ക്യാമ്പ്സ്. അപ്പോൾ റിലീഫ് ക്യാമ്പ്സ് ഇപ്പോഴും നമുക്ക് വയനാട് ദുരന്തം ഉണ്ടായപ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മൾ വസ്ത്രങ്ങളെല്ലാം ഡൊണേറ്റ് ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ അതിനെ പറ്റിയുള്ള ന്യൂസാണിത്. നമ്മൾ ഒരുപാട് തുണികൾ ആവശ്യമില്ലാതെ വാങ്ങിക്കൂട്ടുകയും അതിനെല്ലാം വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട്. ഒട്ടും ഉപയോഗിക്കാതെ നമ്മൾ അതിനെല്ലാം വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട്. ഇഫ് വി ഒബ്സർവ് ദ ഹിസ്റ്റോറിക്കൽ ടൈം ലൈൻ ഓഫ് ക്ലോത്തിങ് വി ക്യാൻ സീ ദാറ്റ് ഇൻ ദ ഏർലി ഡേയ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ബോഡി വാസ് ഗിവൺ ഇമ്പോർട്ടൻസ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ തൻ്റെ വസ്ത്രം ധാരണം എന്ന് പറയുന്നത് എന്തിനായിരുന്നു? തൻ്റെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗം മാത്രമായിരുന്നു. പിന്നീട് കാലാവസ്ഥയും സ്റ്റൈലും പല റീജിയൻസിൽ പോയി നമ്മൾ അവിടുത്തെ ഒരു വസ്ത്രധാരണ രീതിയെല്ലാം പരിചയപ്പെട്ടപ്പോൾ നമ്മൾ വസ്ത്രധാരണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രം നമ്മൾ ധരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിരിക്കുന്നത്, ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നത്. ക്ലോത്തിങ് വിച്ച് ഇസ് വൺ ഓഫ് ദ ബേസിക് ഹ്യൂമൻ നീഡ് ഷുഡ് ബി അവൈലബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. വസ്ത്രം എന്ന് പറയുന്നത് ഒരു ബേസിക് നീഡാണ്, ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വസ്ത്രം വേണമെന്നുള്ളതും ഒരു ആവശ്യമാണ്. ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.